ഹലോ ഗൈസ്, കാന്താരിക്കുട്ടിയാണേ. ദേ ഇന്നെന്താ പരിപാടി എന്നറിയോ? ദേ ഇത് തന്നെ പരിപാടി, ബീഫ് അച്ചാർ ഇടാൻ പോവാണ് കേട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന്. ദേ ബീഫൊക്കെ അടിപൊളിയായിട്ട് കഴുകി നമ്മൾ മസാലയൊക്കെ പരട്ടി കുക്കറിൽ കയറ്റി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയേണ്ടെന്ന് ആലോചിച്ചത്. അതായത് ഇപ്പൊ എൻ്റെ ഈ തടി കണ്ടില്ലേ, എൻ്റെ ഈ തടി കാണുമ്പോൾ ഒരു ഭൂരിപക്ഷം ആൾക്കാർ എന്നോട് ചോദിക്കുന്നത്, അയ്യോ മോൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നുണ്ടോ, എന്ത് കഴിച്ചിട്ട് എങ്ങനെ വണ്ണം വെച്ചത്, നല്ല പോളിംഗ് ആലേ, ഇതൊക്കെയാണ് എന്നോട് ചോദിക്കണത്. അച്ചാർ വിൽക്കാൻ വേണ്ടി നമ്മളൊരു കാന്താരിസിലൊരു സ്റ്റാൾ ഇട്ടാലും ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഞാനൊന്ന് തിരിച്ച് ചോദിക്കാന്ന് വിചാരിക്കുക. എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ പുഞ്ചിരി കൊണ്ടാണ് ഈ വക ചോദ്യങ്ങളെയൊക്കെ മറികടക്കാറ്. ഇപ്പൊ എനിക്കതിനെപ്പറ്റി പറയണമെന്ന് തോന്നിയത് എനിക്ക് അത്രയും ഹേർട്ടായിട്ടുള്ളൊരു കാര്യം നടന്നതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രമായിരിക്കില്ല തടി വെച്ചിട്ടുണ്ടാവാം. എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂവോ അല്ലെങ്കിൽ എൻ്റെ പോലെ ആസ്മയുള്ള പേഷ്യൻസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഈ പുഞ്ചിരിക്കുന്ന മുഖത്തിൻ്റെ പുറകിൽ ഒരുപാട് വിഷമങ്ങൾ വെച്ചിട്ടായിരിക്കും ഓരോരുത്തരും അവരവരുടെ ജോലിയും കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പം എൻ്റെ ഒരു ജീവിതം എന്ന് വെച്ചാൽ എൻ്റെ 2 ഉണ്ണികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംരംഭം 3.5 വർഷം മുമ്പ് തുടങ്ങിയത്. അതും പ്രസവിച്ചിട്ട് 28ാമത്തെ ദിവസം ഞാൻ 500 രൂപയിൽ തുടങ്ങിയ സംരംഭമാണ് നമ്മുടെ കാന്താരീസ്. ഇന്ന് ഡെവലപ്പായി ഈ ഒരു രീതിയിൽ നമ്മൾ അച്ചാറിട്ട് നിങ്ങളെല്ലാവരുടെ അടുത്തേക്കും എത്തിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനമാണ്. അത്രയും വലിയൊരു കാര്യം ഞാൻ ചെയ്ത് ഒന്നുമില്ലായ്മയെന്ന് ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ എന്താണ് ഈ ബ്രാൻഡ് എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് വണ്ണം വെച്ചത്, ഇതൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങൾ വണ്ണം വെച്ചതെന്ന്. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനാണ്, അത് ഞാൻ പ്രൊഫഷനാക്കി എടുത്തു. പിന്നെ എന്നെ കളിയാക്കുന്നവരോട് ഇതുപോലെ നല്ല അസലായിട്ട് പുഞ്ചിരിച്ച് ഞാൻ തോൽപ്പിക്കുകയാണ് ചെയ്യാറ്. ഓരോ പുഞ്ചിരിക്ക് പിറകിലും ഒരുപാട് സങ്കടങ്ങൾ ഒളിപ്പിച്ചിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോളെ നമുക്ക് സെന്റി വിടാം, നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറി. അപ്പൊ നമ്മുടെ വിഷയം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാന്താരീസിൽ ബീഫ് റീസ്റ്റോക്ക് ചെയ്യണ ദിവസമാണ് കേട്ടാ. നമ്മൾ അടിപൊളി ഇറച്ചിച്ചാറ്, ഒരു ചൊടിയുള്ള ഇറച്ചിച്ചാറ് കൂട്ടാത്ത തൃശ്ശൂക്കാരൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഈ റെസിപ്പി നോക്കി വെച്ചോ, ഇത് നമ്മുടെ കാന്താരീസിന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അതുപോലെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇതേ താഴെ കാണണം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ അടിപൊളിയായിട്ട് നമ്മുടെ അച്ചാർ നമ്മൾ അയച്ചു തരും കേട്ടാ. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്, ഇന്റർനാഷണൽ ഷിപ്പിങ്ങും നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ചങ്കോളെ നമ്മുടെ കാന്താരീസിന്റെ സ്പെഷ്യൽ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ താഴത്തെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല ഭക്ഷണം നമ്മുടെ പാഷനായിട്ട് നമ്മൾ ഒരാൾക്ക് സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് വേറൊരു ഫീൽ അല്ലേ.